ഹായ് ഫ്രണ്ട്സ്, നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വഴുതനയൊക്കെ പലരും കണ്ടിട്ടില്ലേ? അതിൻ്റെ നീല വഴുതന, അത് നല്ല നീളമുള്ള ഐറ്റമാണ്. അതിന് രണ്ട് വിത്ത് കിട്ടി. അതെങ്ങനെയാണ് ഗ്രോ ബാഗിൽ നടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ എടുക്കുന്നത് നേരത്തെ എല്ലാം ഗ്രോ ബാഗിൽ നിറയ്ക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഇതെടുത്തിരിക്കുന്നത് 24x24-ൻ്റെയാണ്. അതെ, 24x24-ൻ്റെയാണ് എടുത്തിരിക്കുന്നത്. 40 സെൻറ്റിമീറ്ററുള്ള ഗ്രോ ബാഗാണ് ഇത്. ഞാൻ വാങ്ങിയത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കടയുണ്ട്, PS സ്റ്റോഴ്സ്, അവിടെ നിന്നാണ് വാങ്ങിയത്. അപ്പം ഈ നമുക്ക് കൃഷിപരമായിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും അവിടെ ലഭിക്കും. ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ മുഴുത്ത ഗ്രോ ബാഗാണ്. അതെല്ലാം മുഴുത്ത വലിയ ഗ്രോ ബാഗ് കണ്ടോ, ഇതിൻ്റെ പാവട്ടം കണ്ടോ. ഇത് നിറയ്ക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. പെട്ടെന്ന് ഇത് നടുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം വഴുതനയും വെണ്ടയൊക്കെ നടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തുള്ളി വലിപ്പമുള്ള ഗ്രോ ബാഗാണ്, അതിനാണ് ഇത് വാങ്ങിയത്. അല്ലാത്തതിനൊക്കെ നമുക്ക് 20x20 മതി. ഇപ്പം ഞാൻ നടുന്ന രീതി എന്ന് പറഞ്ഞാൽ ആദ്യമേ കുറച്ച് പുല്ല്, ഇത് പുല്ലാണ്, ഇതിനകത്ത് കരിയിലുണ്ട്. അപ്പോൾ കരിയില കിട്ടാഞ്ഞുകൊണ്ടാണ് പുല്ലെടുത്ത് നിറച്ചതുകൊണ്ട്. ഇത്രയെങ്കിലും അതിലൊരു 1/4 ഭാഗത്തിന് മുകളിലെങ്കിലും പുല്ല് നിറയ്ക്കണം. നിറച്ചതിന് ശേഷം അതിലോട്ട് ചെയ്യേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമുണ്ട്. നമ്മൾ ഇതിന് കുമ്മായം ചേർത്ത് കൊടുക്കണം. എല്ലാവരും കുമ്മായം ചേർത്ത് കൊടുക്കുന്നത് ഒരു 10-15 ദിവസം, ഇതിങ്ങനെ ഒരു കൈ ഇത്രയും മതിയാവും. ഒരു 10-15 ദിവസം ട്രീറ്റ് ചെയ്തതിന് ശേഷമേ മണ്ണ് ഉപയോഗിക്കാറുള്ളൂ. ഞാനിവിടെ ചെയ്യുന്നത് ഈ പുല്ലൊക്കെ ഇട്ടതിന് ശേഷം അതിന് മുകളിലോട്ട് ശകലം കുമ്മായം ഇങ്ങനെ ഇട്ട് കൊടുക്കും. അത്രയും മതിയാവും. ഈ കുമ്മായം ഇട്ടതിന് ശേഷം ഇതിന് മുകളിലോട്ട് ശകലം മണ്ണ് അതിട്ട് കൊടുക്കാം. ഇതിലോട്ട് ശകലം മണ്ണ് ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് ഒത്തിരി മണ്ണിട്ട എത്ര മണ്ണിട്ടാലും കൊള്ളും. ഒരു 2-3 ചട്ടിയെങ്കിലും മണ്ണ് ഇതിനകത്ത് കൊള്ളും. ഇതുണ്ട്, ഇത്രയും ഇട്ട് ഇത് മൂടിയാൽ മതി. ഇങ്ങനെ മണ്ണിട്ട് ഒരു ചെറിയ കോട്ട്, അതായത് ഒരു 2-3 കൈ കാണും, അത്രയും മണ്ണ ഇപ്പോൾ അതിൻ്റെ ഇട്ടിട്ടുള്ളൂ. ഇതുകൊണ്ട് ഇത് പോകാൻ വേണ്ട പോലെ ചില കുമ്മായം മൂടുന്ന രീതിയിൽ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്ത് പുല്ല് ഇട്ടു, അതിന് മുകളിൽ കുമ്മായം ഇട്ടു, അതിന് മുകളിൽ ശകലം മണ്ണിട്ടു. എന്നിട്ട് ഇപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കോണുകൾ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കോണുകൾ ഒന്ന് ഇത് ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുത്തേക്കണം. അല്ലെങ്കിൽ മുന്നോട്ട് വരുംതോറും ഇതിൻ്റെ ഷേപ്പ് മാറിപ്പോകും. ഇത് ഇനി മാറ്റി വെക്കാം. ഇനി ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ചരലാണ്. ഇതാണ് തനി ചരല്. ചരല് കിട്ടാനില്ലാത്തവർക്ക് മണ്ണാണെങ്കിൽ എടുത്താൽ മതി. ഇപ്പം ഞങ്ങൾ ചരല് നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. ഇത് നല്ല കോക്കോപീറ്റും സൂഡോമോണസൂടെ മിക്സ് ചെയ്യുന്നൊരു ഐറ്റമാണ് ഈ ഒരു കമ്പനിയുടെ. ഇത് PS സ്റ്റോഴ്സിൽ കിട്ടാനുണ്ട്, കറുകച്ചാൽ. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 2 കിലോയ്ക്ക് 70 രൂപയുള്ളൂ. 2 കിലോയ്ക്ക് 70 രൂപ. ഈ കോക്കോപീറ്റ് മാത്രമല്ല, സൂഡോമോണസൂടെ മിക്സ് ചെയ്തത്. അപ്പം ഞാനിത് മേടിക്കാൻ ഞാനിപ്പോൾ അവർ പറഞ്ഞത് നല്ലൊരു ഐറ്റമാണ്, ഒരു പ്രാവശ്യം കൊണ്ടുപോയി ട്രൈ ചെയ്ത് നോക്കാൻ പറയും. ഇതേ ഇങ്ങനെ ഇരിക്കും, നല്ല ട്രീറ്റ് ചെയ്ത് വന്നതാണ്. ഇപ്പം ഇതും ചരലും കൂടെ മിക്സ് ചെയ്താണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത്. ഇപ്പം ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറും ചരലിനും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് വേറൊരു കാര്യം ചെയ്യണം. എല്ലുപൊടി, ഈ ഒരു കൈ മതിയാവും. അത് ചുമ്മാ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇത്രയും മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നല്ല രീതിയിൽ ഇങ്ങനെ വിരിച്ചു കൊടുക്കണം. ചകിരിച്ചോറുള്ളത് കൊണ്ട് നല്ല രീതിയിൽ ഈർപ്പമൊക്കെ ലഭിക്കും. ചരല് ഇട്ട് കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ തടഞ്ഞ് ചില ഈ മണ്ണ് കട്ടിയായി പോകത്തില്ല. മണ്ണ് ഉറഞ്ഞു പോവുക, അല്ലെങ്കിൽ ഗ്രോബാഗിനകത്തൊക്കെ നമ്മൾ എടുത്ത് കഴിയുമ്പോൾ മണ്ണൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കത്തില്ലേ, അങ്ങനൊരു അവസ്ഥ ഉണ്ടാകത്തില്ല നമ്മൾ ഈ ചരലൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇത്രയും നിറയ്ക്കുന്നുള്ളൂ. ഇനി ഇത് നട്ടതിന് ശേഷം, ഞാനിപ്പം വഴുതനയാണ് നടാൻ പോകുന്നത്. അതിന് ശേഷം
ഇത് വളർന്ന് കയറി വരുമല്ലോ, ഇത് വളർന്ന് കയറി വരുന്ന സമയത്ത് മണ്ണിട്ട് കൊടുത്താൽ മതി. ഇനി അതിന് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പം ഇത്രയുള്ള വളത്തിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നടുന്നതിന് മുന്നായിട്ട് ഞാൻ ഒരു അരമണിക്കൂർ മുന്നേ സൂഡോമോണസ് തളിച്ച് കൊടുത്തിരുന്നു. അങ്ങനെ നിങ്ങൾ എടുക്കാവുള്ളൂ. സൂഡോമോണസ് ഇല്ലാത്തവരാണെങ്കിലും ഈ ട്രെയിൽ നിന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ട്രെയിൽ വെള്ളം തളിച്ച് കൊടുത്ത് പയ്യെ വെള്ളം തളിച്ച് കൊടുത്ത് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ വേരുകൾ നമുക്ക് പൊട്ടിപ്പോകാതിരിക്കും. കണ്ടോ, വേരുകളാണ് നല്ലതായിട്ടിരിക്കുന്നുണ്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ മണ്ണ് ഉറഞ്ഞു പോയിട്ട് വേരുകൾ പൊട്ടിപ്പോകും. ഇനി ഇപ്പോൾ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ മണ്ണ് മാറ്റി ഇങ്ങനെ നട്ട് കൊടുത്താൽ മതി. നല്ലോണം സൈഡൊന്ന് ഉറപ്പിച്ച് കൊടുക്കണം. പിന്നെ ഇതിന് ചുറ്റും നിങ്ങൾ ഉറപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അറിയോ, അല്ലെങ്കിൽ പെട്ടെന്ന് മണ്ണ് കയറി കട്ടിയായി പോകും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പം ഇതിനൊക്കെ മണ്ണിന് നല്ല നനവുണ്ട്. ശകലം വെള്ളമേ തളിച്ച് കൊടുക്കാവുള്ളൂ. ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത്. ഒഴിച്ച് കൊടുത്താൽ നമ്മൾ തന്നെ നിറച്ചും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ വേരുകൾ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം വേര് പിടിച്ച് വരത്തില്ലല്ലോ. ഇതിപ്പോൾ വെയിലത്തും വെക്കരുത്. ഒരു 2 ദിവസം കഴിഞ്ഞ ശേഷം ഇതിൻ്റെ വേരെല്ലാം ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം വെയിലത്ത് വെച്ചാൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ നാടനല്ല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വഴുതന നടീൽ രീതി. നിങ്ങൾ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഗ്രോ ബാഗ് മേടിക്കുമ്പോൾ 24x24 തന്നെ വാങ്ങണം. വഴുതന വലുതാണെന്നാണ്. മറ്റേ 20x20 വാങ്ങിയാൽ ശരിയാകത്തില്ല. വലുതാണെന്നുകൊണ്ട് 24x24 വാങ്ങിയാൽ മതി. 13 രൂപയേ ഉള്ളൂ. ഏതായാലും മറ്റേ 10 രൂപ, അതിന് 3 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. അതൊരു 5 എണ്ണം വാങ്ങിയാൽ മതി. 5 എണ്ണം നിങ്ങൾ ആവശ്യാനുസരണം വാങ്ങിച്ച് ചെയ്യുക. അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി എത്തുന്നിടം വരെ ബൈ.